നമസ്കാരം എല്ലാവർക്കും. ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നീറ്റ് പഠനവും അവിടെ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ട്രെസ്സ് അതെങ്ങനെ മാറ്റാം, അത് മാറ്റിക്കൊണ്ട് കൃത്യമായ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലൂടെ ചില വ്യക്തമായ അഫർമേഷൻസിലൂടെ അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങളിലൂടെ അവർക്ക് പഠനം എങ്ങനെ കൂടുതൽ സുഗമമാക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നമുക്കറിയാം, നീറ്റ് എന്ന് പറയുന്ന പഠനം, അതിനു വേണ്ടിയിട്ടുള്ള പഠനം പലപ്പോഴും സ്ട്രെസ്ഫുള്ളായി മാറാറുണ്ട്. അത് നീറ്റ് കോച്ചിങ് സെൻറ്ററുകളിൽ നൽകുന്ന സ്ട്രെസ്സുമാവാം, പേരൻസ് നൽകുന്ന സ്ട്രെസ്സുമാവാം, ആ സിലബസുമായിട്ടുള്ള അവരുടെ മൽപ്പിടുത്തത്തിൽ കൃത്യമായ ചില ഉപാധികൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടുള്ള സ്ട്രെസ്സുമാവാം. എന്തു തന്നെയായാലും പല സെൻറ്ററുകളിലും ഓവറായിട്ടുള്ള സ്ട്രെസ്സ് നൽകാറുണ്ട്. എന്നാൽ ചില സെൻറ്ററുകളിൽ അത് സ്ട്രെസ് അത്രയും നൽകാതെ തന്നെ കുട്ടികളെ വളരെ രസകരമായിട്ടും അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അമിതമായ സ്ട്രെസ്സ് കൊണ്ട് മനോനില തെറ്റിപ്പോയ നിരവധി കുട്ടികളുണ്ട്. ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പലപ്പോഴും അത് നീറ്റിൻ്റെ അല്ലെങ്കിൽ JEE പഠനത്തിലുമൊക്കെയുള്ള അവരനുഭവിച്ചിട്ടുള്ള സ്ട്രെസ്സിൽ നിന്നുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെ മാറ്റേണ്ടതാണ്. ചില സെൻറ്ററുകളാണെങ്കിൽ ഉയർന്ന മാർക്കുള്ള കുട്ടികളെ മാത്രം പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ച് താഴെ മാർക്കുള്ള കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കാൻ വേണ്ടി മാത്രം അവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാറുണ്ട്. അവരെ അത്രയ്ക്ക് ശ്രദ്ധിക്കാറില്ല. മറ്റ് ചില സെൻറ്ററുകൾ അവരെ താഴെ മാർക്കുള്ളവരെ കൂടി ശ്രദ്ധിച്ച് കൂടുതൽ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നതും കാണാറുണ്ട്. എന്തായാലും സെൻറ്ററുകളിൽ നിന്ന് ലഭ്യമാകുന്ന സ്ട്രെസ്സോ പേരൻസ് നൽകുന്ന സ്ട്രെസ്സോ കുട്ടികൾക്ക് സ്വയം ഉണ്ടാകുന്ന സ്ട്രെസ്സോ നമുക്ക് ഓവറായാൽ അത് ഡിസ്ട്രെസ്സായി മാറും. പഠനത്തിൽ ചെറിയ സ്ട്രെസ്സ് നല്ലതാണ്. നമുക്കൊക്കെ പോസിറ്റീവായ സ്ട്രെസ്സുകൾ എന്ന് പറയുന്നതിന് യൂസ്ട്രെസ് എന്നാണ് പറയുന്നത്. യൂസ്ട്രെസ് നല്ലതാണ്. ചില നല്ല കാര്യങ്ങൾക്കുള്ള ചെറിയ ടെൻഷൻ, ആങ്സൈറ്റി, അത് ഒരു പരിധിവരെ നല്ലതാണ്. അത് യൂസ്ട്രെസ്സാണ്. എന്നാൽ അത് നമ്മളുടെ സാധാരണ ജീവിതത്തെ നശിപ്പിക്കുകയോ മനോനില തകർക്കുകയോ ഒക്കെ ചെയ്താൽ അത് ഡിസ്ട്രെസ്സായി മാറും. അങ്ങനെ അതെല്ലാം ഒഴിവാക്കുവാനുള്ള ഏതാനും ടിപ്പുകളും കൃത്യമായ ഒരു മൈൻഡ്ഫുൾ പ്രാക്ടീസോടുകൂടി നീറ്റ് പഠനവും, നീറ്റെന്നല്ല പൊതുവെയുള്ള പഠനവും എങ്ങനെ സുഗമമാക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അഫർമേഷൻസ് അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങളുടെ ഒരു വീഡിയോയാണ്. എന്നാൽ തുടർന്നുള്ള ഭാഗങ്ങളുടെ ഓഡിയോ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. കുട്ടികൾ കൂടുതൽ സ്ട്രെസ്ഡായ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഈ ഓഡിയോ കേട്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിനെ ഏകാഗ്രമാക്കി പഠിക്കുവാൻ സാധിക്കും. ഇനി ഓഡിയോ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അഫർമേഷൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ എഫക്റ്റീവായി നീറ്റ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏതാനും പ്രധാന മാർഗങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായി, നിങ്ങൾ ക്ലിയറായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളുടെ ലക്ഷ്യങ്ങളെ ഡിഫൈൻ ചെയ്യുകയും കൃത്യമായ ടോപ്പിക്കുകളിൽ അല്ലെങ്കിൽ സബ്ജക്റ്റുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പഠിക്കുകയുമാണ് വേണ്ടത്. നമ്മൾ ഒരു ചാപ്റ്റർ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാനായി പഠിക്കുക. മറ്റ് ഡൈവേർഷൻസ് ഒന്നുമില്ലാതെ അതിലുള്ള കാര്യങ്ങൾ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുവാനായി കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്തത്. അതായത് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഉള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം. എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ അർഹമായ സമയം നൽകിക്കൊണ്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം അത്. അല്ലാതെ തോന്നുന്നത് പോലെ തോന്നുന്ന സബ്ജക്റ്റുകൾ തോന്നുന്ന സമയത്ത് പഠിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കണം. ഇതിന് ഏറ്റവും വലിയ കാര്യം അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പാറ്റേൺ. അതാണ്. അതായത് നീറ്റ് എക്സാമിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതും ക്വസ്റ്റ്യൻ ടൈപ്സ് എങ്ങനെയാണെന്നുള്ളതും മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ എങ്ങനെയൊക്കെ ഡെലിക്കേറ്റ് ഡിഫറൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നുള്ളതിനെക്കുറിച്ചും മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക, അധ്യാപകരിൽ നിന്ന് കൃത്യമായതറിയുക.
വളരെ ആക്റ്റീവായിട്ടുള്ള ലേണിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു രീതി. ചിലപ്പോൾ സെൽഫ് ടെസ്റ്റിംഗ് നടത്തേണ്ടതായി വരും. ചിലപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യാൻ പഠിക്കണം, ചിലത് ഇലാബറേറ്റ് ചെയ്യാൻ പഠിക്കണം. സമ്മറൈസിങ്, അതുപോലെ ഇലാബറേറ്റിംഗ്, അതുപോലെ സെൽഫ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് ചില വീക്ക് ഏരിയകൾ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്യാൻ പഠിക്കണം. ആദ്യമായി അത് തിരിച്ചറിയണം, ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് ഇംപ്രൂവ് ചെയ്ത് ആ വീക്ക്നെസ് മാറ്റി നമ്മുടെ സ്ട്രെങ്താക്കി മാറ്റാൻ പഠിക്കണം. ചിലപ്പോൾ ഫിസിക്സിലെ ചില ഏരിയകളായിരിക്കും നമുക്ക് പ്രശ്നം. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ആ വീക്ക്നെസ്സിനെ നമ്മൾ സ്ട്രെങ്താക്കി മാറ്റാനും പഠിക്കുക. മറ്റൊരു കാര്യം, ഈ പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ്ലി, റെഗുലർ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആത്മവിശ്വാസം കൂടുതലായി തരികയും ആ ലേണിങ്ങിന് നല്ല രീതിയിൽ മനസ്സ് വഴിയൊരുക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചെയ്യേണ്ടതായി വരും. ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ പിന്നീടും ചെയ്യേണ്ടതായി വരും. പിന്നെ കുട്ടികളാണ് നിങ്ങളുടെ പ്രായത്തിൽ, തീർച്ചയായും നിങ്ങൾ ഗൈഡൻസ് ആവശ്യപ്പെടേണ്ടതാണ്. അത് അധ്യാപകരുമായിട്ടുള്ള കൺസൾട്ടേഷനിലാവാം, മെൻറ്റേഴ്സുമായിട്ടാകാം, അതുപോലെ നല്ല ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസുമാകാം. പിന്നെ നിങ്ങൾ കൃത്യമായി മോട്ടിവേറ്റഡായി തന്നെ നിൽക്കണം. നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെ, അല്ലെങ്കിൽ ജെഇക്ക് പഠിക്കുമ്പോഴുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ഭാവി കണ്ടുകൊണ്ടായിരിക്കും. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ സെൽഫ് മോട്ടിവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രചോദനാത്മകമായ ഒരു കാര്യമായി മുന്നിൽ നിൽക്കുകയാണ്. ഭാവിയിലുള്ള ഒരു സുസ്ഥിരമായ ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം, അത് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രചോദനമായി നിൽക്കണം. പക്ഷേ അതൊരു സ്ട്രെസ്സായി മാറരുത് എന്ന് മാത്രം. പിന്നെ നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് സ്റ്റേ അപ്ഡേറ്റഡ്. പുതിയ പുതിയ വികാസ പരിണാമങ്ങളാണല്ലോ ഉണ്ടാകുന്നത്. നീറ്റ് എക്സാമിന് അല്ലെങ്കിൽ സിലബസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചില കുട്ടികൾക്കെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ് ജോയിൻ എ സ്റ്റഡി ഗ്രൂപ്പ്. ഇപ്പോൾ സെൻറ്ററുകളിലൊക്കെ അതിന് എത്ര കണ്ട സാധ്യതയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വതന്ത്രമായി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി, നിങ്ങളുടെ സമസമൂഹത്തിൽപ്പെട്ട പിയർ ഗ്രൂപ്പുമായിട്ട് മ്യൂച്വൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോളജ് ഷെയറിങ് എന്ന രീതിയിൽ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് എടുക്കാവുന്നതാണ് പഠനത്തിൽ. അത് കൂടുതൽ നന്മയിലേക്കായിരിക്കും നയിക്കുക. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ഒത്തിരി ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്, ഡിജിറ്റൽ റിസോഴ്സസ് ഉണ്ട്, ആപ്പുകളുണ്ട്, വീഡിയോസ് ഉണ്ട്, ഓൺലൈൻ ഫോറംസ് ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ പഠനത്തെ സപ്ലിമെൻ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളൊരു കാര്യം, കഴിയുമെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും കവർ ചെയ്യാൻ ശ്രമിക്കണം. ആഴ്ചയിൽ നീറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് 2 എണ്ണമെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കണമെന്നർത്ഥം. 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, 2 ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായി ആൻസർ ചെയ്യാൻ പഠിക്കൂ. കണ്ടിന്യൂസ് ആയി ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഈ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ ജെഇയുടെ പരീക്ഷ എന്ന് പറയുന്നത് നിസ്സാരമായി മാറുന്നതായിരിക്കും. നല്ല സ്കോർ കിട്ടുന്നതുമായിരിക്കും. ഇതൊക്കെയാണെങ്കിലും സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അവർക്കായി ഞാൻ ഏതാനും അഫർമേഷൻസ് പറയുകയാണ്. അത് കണ്ണടച്ചിരുന്ന് നിങ്ങൾ ഏകാഗ്രമായി കൃത്യമായി കേൾക്കുകയും ആവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് ഒരു പരിധിവരെ നിങ്ങളുടെ സ്ട്രെസ്സ് മാറ്റി പഠനത്തിൽ കൂടുതൽ പ്രോഗ്രസ് നേടിത്തരുന്നതായിരിക്കും. ശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുക്കുക, മെല്ലെ റിലീസ് ചെയ്യുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുക്കുന്നു, മെല്ലെ റിലീസ് ചെയ്യുന്നു. വീണ്ടും ശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുക്കുന്നു, മെല്ലെ റിലീസ് ചെയ്യുന്നു. 1 2 3 4. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാൽപാദങ്ങൾ മുതൽ
ശിരസ് വരെയുള്ള ഭാഗങ്ങളിലേക്കാണ്. അവിടെ നിങ്ങളുടെ കാൽപാദങ്ങൾ മുതൽ ശിരസ് വരെയുള്ള ഭാഗങ്ങൾ വ്യക്തമായി മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയുള്ള രക്തക്കുഴലുകളും മാംസപേശികളും നാഡീഞരമ്പുകളുമെല്ലാം അയഞ്ഞ് തളർന്ന് സുഖകരമായ ഒരു വിശ്രമം അനുഭവിക്കുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ പഠനത്തിൽ കൂടുതൽ മെച്ചപ്പെടുവാനുള്ള ചില സ്ഥിരീകരണങ്ങൾ മനസ്സിലേക്ക് കടത്തിവിടുകയാണ്. ഞാൻ ഈ പറയുന്നതിന് ശേഷം നിങ്ങൾ അത് ഏറ്റുപറയണം. അതിനായി ഞാൻ ഈ ഓഡിയോയ്ക്ക് ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളത് ആവർത്തിക്കണം. സങ്കീർണമായ ആശയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള എൻ്റെ കഴിവിൽ എനിക്ക് കൂടുതൽ വിശ്വാസമുണ്ട്. സങ്കീർണമായ ആശയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള എൻ്റെ കഴിവിൽ എനിക്ക് കൂടുതൽ വിശ്വാസമുണ്ട്. ആവർത്തിക്കുക. എൻ്റെ പഠനത്തിലുടനീളം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രചോദിപ്പിക്കാനും ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. എൻ്റെ പഠനത്തിലുടനീളം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രചോദിപ്പിക്കാനും ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും എൻ്റെ ജോലികൾക്ക് മുൻഗണന നൽകാനും കഴിയും. ഞാൻ ശക്തനും പ്രതിരോധശേഷിയുള്ളവനുമാണ്. ഞാൻ ശക്തനും പ്രതിരോധശേഷിയുള്ളവനുമാണ്. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠനത്തിനായി പ്രവേശിക്കാനും യോഗ്യനാണ്. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠനത്തിനായി പ്രവേശിക്കാനും യോഗ്യനാണ്. എൻ്റെ തയ്യാറെടുപ്പിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വിജയിക്കാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ തയ്യാറെടുപ്പിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിജയിക്കാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും അത് വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും അത് വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യും. എനിക്ക് ലഭ്യമായ റിസോഴ്സുകൾക്ക്, പിന്തുണയ്ക്ക് എല്ലാം ഞാൻ നന്ദിയുള്ളവനാണ്. എനിക്ക് ലഭ്യമായ റിസോഴ്സുകൾക്ക്, പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ വളരെ ആത്മവിശ്വാസമുള്ളവനാണ്. ഈ പരീക്ഷ എൻ്റെ മാനസിക ആരോഗ്യത്തെ കൂടുതൽ കൂട്ടുകയും
ഞാൻ കൂടുതൽ സന്തോഷവാനാകുകയുമാണ്. ഈ പരീക്ഷ എൻ്റെ മാനസികാരോഗ്യത്തെ കൂട്ടുകയും ഞാൻ കൂടുതൽ സന്തോഷവാനാകുകയുമാണ്. I am happy. I am confident. ഞാൻ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, ഈ അഫർമേഷൻസ് പൂർണ്ണമായും നിങ്ങളെ ഒരു വിജയിയായി മാറ്റുവാൻ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി കൃത്യമായ ലേണിംഗ് സ്ട്രാറ്റജി നേരത്തെ ഞാൻ നിർദ്ദേശിച്ചതുപോലെ ഫോളോ ചെയ്യുകയും ഈ നീറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എന്തോ ഒരു വലിയ സംഭവമാണ്, അത് കിട്ടിയില്ല എങ്കിൽ എന്തോ പ്രശ്നമാണ് എന്നൊന്നും കരുതാതെ, പ്രത്യേകിച്ച് രക്ഷകർത്താക്കളും അതുമായി ബന്ധപ്പെട്ടവരും കരുതാതെ, കുട്ടികൾ അവനവൻ്റെ കഴിവനുസരിച്ച് മാക്സിമം വർക്ക് ചെയ്യുക. ഫലമെന്തുമാവട്ടെ, നിങ്ങൾ വിജയികളായി തീർന്നിരിക്കും. നീറ്റ് പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആവശ്യമായ കൗൺസിലിങ്, അതുപോലെ മൈൻഡ് റിലാക്സേഷൻ എന്നിവ നേരിട്ട് ലഭ്യമാക്കുന്നത് കൂടിയാണ്. നിങ്ങളുടെ സെഷനുകൾ ബുക്ക് ചെയ്യുവാൻ 9446485974 വിളിക്കുക. ഈ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. Happy mind, happy life, healthy mind.